വളരെ ക്യാച്ച് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ വെച്ചത് ഇതെന്തായാലും എടുക്കാൻ പറ്റും. ഇത് സാധാരണക്കാരുടെ ഒരു സിനിമയാണ്. ഈ സിനിമ വിജയിക്കേണ്ടത് കുറേ പേരുടെ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇതേ ടീമിനെ വെച്ചിട്ട് അടുത്തൊരു പ്രൊജക്ട് ഉണ്ടാവുക എന്തായാലും ഉണ്ടാവും. അത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് അവൻ ക്യാഷ് ഇറങ്ങിയിട്ട് കളി തുടങ്ങിയിട്ടോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അതിന് ആ നായി കായ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് പ്രൊഡ്യൂസർ, അതുകൊണ്ട് നായകൻ കണ്ണൂരുകാരനായിരിക്കും. എനിക്ക് ഭാഷ മാറ്റാൻ പറ്റില്ല. ശരി, ശശിയേട്ടൻ്റെ ശരി, ആ വീട്ടിലൊരു പെൺ ഡോമിനേഷനാണ് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൊത്തത്തില്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും ഞെട്ടിച്ചു. പ്രത്യേകിച്ച് സോങ്സ് ഭയങ്കര രസമായിട്ടുണ്ട്. സിഡ്നിയിൽ ഒരു വലിയൊരു പ്രീമിയർ നടന്നിരുന്നു ഇതിന്റെ. അതിനകത്ത് 800ഓളം ആൾക്കാർ സ്റ്റാൻഡിങ് ഓവേഷനായിരുന്നു അവസാനം തന്നത്. അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. സന്തോഷേട്ടൻ എന്തുകൊണ്ടാണ് ഈ കോലാഹലം സിനിമ എടുക്കാം എന്ന് വിചാരിച്ചത്? 2-3 കാരണങ്ങളുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ടീമുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമാണ്. 4-5 വർഷമായിട്ട് നമ്മൾ 5-6 ഷോർട്ട് ഫിലിം ചെയ്ത് 10-70 അവാർഡുകളൊക്കെ കിട്ടി. ഇപ്പോഴും മോസ്റ്റ് ട്രെൻഡിങ് ഷോർട്ട് ഫിലിമായ ഇല്ലിത്തള്ള വരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സബ്ജക്റ്റ് വിശാൽ ഭായിയുടെ ഈ ഒരു 1 ലൈൻ ത്രെഡ് റഷീദിൻ്റെയും വിശാലിൻ്റെയും കെയർ ഓഫിൽ ഞാൻ കേൾക്കാനിടയായി. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ വളരെ ക്യാച്ച് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ വെച്ചത് ഇതെന്തായാലും എടുക്കാൻ പറ്റും. പക്ഷേ എടുക്കാനുള്ള പ്രായോഗിക വിഷമതകൾ, ഒരു വലിയൊരു സിനിമ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയോ അല്ലെ ഒരു മൂഡോ അതുണ്ടായിരുന്നോ എനിക്കറിയില്ല. എന്നാലും ഇതൊരു സ്വപ്നമായിട്ട് നമ്മൾ 2-3 മാസം അതിനുള്ള വർക്ക് ചെയ്തു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കൈ കിട്ടി. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് തോന്നിയത് ഇതെടുത്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. ഇത് നമുക്ക് എടുത്തിട്ട് ഫലിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് വലിയൊരു വിജയമായിരിക്കും നമ്മുടെ ടീമിന് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിത് വിചാരിച്ചത് പിന്നെ പ്ലസ് എനിക്കൊരു വേറൊരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഡ്യൂസറുടെ മാത്രം വിജയമായിരിക്കത്തില്ല, ഈ കോലാഹലം എന്ന കുടുംബത്തിൻ്റെ വിജയമാവുമെന്ന് ഞാൻ അത് ആദ്യമേ പറഞ്ഞിരുന്നു. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ റഷീദിനോട് വളരെ വികാരഭരിതമായിട്ട് ഞാനൊരു കഥ പറഞ്ഞിരുന്നു. ഞാൻ രാത്രി സ്വപ്നം കാണുമായിരുന്നു. അതിനകത്ത് ഞാനൊരു വലിയൊരു വീട്ടിന്റെ ചാവി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു, ഞാൻ റഷീദിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചാവി ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെ, നിങ്ങളെ കൊണ്ട് ഒരു കാറിന്റെ നിങ്ങളെ കൊണ്ടായിരുന്നു അല്ല അത്ര പോലെ പറഞ്ഞത്. അപ്പൊ അതായിരുന്നു എന്റെ ആഗ്രഹം. ശരിക്കും ഇത് വെച്ച് ഒരാൾ മാത്രമല്ല രക്ഷപ്പെടാൻ, കുറെ ആൾക്കാർ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇതിൽ കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, കമലഹാസന്റെ ഒരു സിനിമയ്ക്ക് കമലഹാസൻ ഭയങ്കര സക്സസ് ആയപ്പോ എല്ലാവർക്കും വലിയൊരു ബുള്ളറ്റോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിന് സന്തോഷമായിട്ട് എന്താ കൊടുക്കണമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു. അതെ, ഇത് ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം. കാരണം ഇത് സാധാരണക്കാരുടെ ഒരു സിനിമയാണ്. ഈ സിനിമ വിജയിക്കേണ്ടത് കുറേ പേരുടെ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാനൊരാൾ മാത്രമാണ്. പലർക്കും ഇതിനകത്ത് ഈ ഒരു ഡ്രീം പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവണമെന്ന് വിചാരമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർക്കൊക്കെ ഡിസേർവിങ് ആണ്. അതായത് ചെറിയൊരു ആർട്ടിസ്റ്റ് അല്ല, ഇവർക്ക് അവസരം കിട്ടാതെ അല്ലെങ്കിൽ വലിയൊരു അവസരങ്ങൾ കിട്ടാൻ ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുന്ന വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ്ങിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അതെ, അതിലാണ് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ടീമിനായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും പ്രൊജക്റ്റുകൾ ഉണ്ടാവട്ടെ, നന്നായി ഉണ്ടാവട്ടെ. അപ്പൊ ഈ പെട്രിക്കൽ നല്ലൊരു ഇതിലേക്ക് മാറട്ടെ എന്ന് കരുതിയാണ്. സന്തോഷേട്ടാ, ഇതിപ്പോ എന്തായാലും നമ്മളൊരു സക്സസ് ആയെന്നുള്ള ഒരു തന്നെയാണ് നമ്മൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മള് ഇത് കഴിഞ്ഞാൽ ഇതേ ടീമിനെ വെച്ചിട്ട് അടുത്തൊരു പ്രൊജക്ട് ഉണ്ടാവുക? എന്തായാലും ഉണ്ടാവും. അത് ഇത് ഞാൻ റഷീദിനും വിശാലിനും പിന്നെ ഷിഹാബിനോടും നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് ഇതിനെ പറ്റിയൊക്കെ. നമ്മുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്, ഞാനൊരു പ്രൊഡ്യൂസറായിട്ടുള്ള ഡയറക്ടറായിട്ട് നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെയാണ് എപ്പോഴും സംസാരിക്കാറുണ്ട് ഉണ്ടായിരുന്നത്. എന്ത് തമാശ പറയാം. അപ്പോൾ ഞാൻ ഇനിയും പ്രൊജക്റ്റ് ഉണ്ടാകുന്നത് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അഭിനയിക്കാൻ ഒരു കുറച്ചെങ്കിലും പറ്റാൻ സാധ്യതയുള്ളത് റഷീദിന്റെ അണ്ടറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. കാരണം അത്ര പോലും വളരെ വ്യത്യസ്തങ്ങളായ റോളുകൾ റഷീദ് തന്നിട്ട്, റഷീദ് തന്നെ കുറെ കലങ്ങളൊക്കെയും കുടങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ വഴക്ക് പറയും. ഞാൻ പ്രൊഡ്യൂസറാണല്ലോ, എന്നെ വഴക്ക് പറയാൻ പറ്റില്ല ഡയറക്ടർ. അതുകൊണ്ട് തന്നെ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളൊക്കെ തല്ലി പൊളിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു കംഫർട്ട് സോണാണ്. ഞാൻ റഷീദ് എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ കഥാപാത്രത്തിന് ഒതുക്കുന്ന ഒരാളല്ലെങ്കിൽ ഞാൻ പൈസ ഇപ്പം മുടക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യണം. കാരണം ഈ ഒരു സിനിമ സക്സസ് ആവുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ കൂടെ ആവശ്യമാണ്. ഈ സിനിമ എന്നല്ല, ഈവൻ ഷോർട്ട് ഫിലിം പോലും. ഷോർട്ട് ഫിലിമിൽ തന്നെ
ഈ ഇല്ലത്തള്ള അല്ലെങ്കിൽ ഏത് സിനിമ എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നതാണ്, നിങ്ങൾ തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആൾക്ക് നോക്കിക്കോ. സന്തോഷം അല്ലെങ്കിൽ ആരായിരിക്കും ഓപ്ഷൻ ആരായിരിക്കും? ഇല്ല, അങ്ങനെ ഇനി ഒരു ഓപ്ഷൻ പറയുന്നതിൽ അങ്ങനെയല്ല, എപ്പോഴല്ല ഒരു ഫഹദ് ഫാസിൽ അതൊക്കെ പുതിയ ആളുകളാണല്ലോ. അല്ലാത്തൊരു രീതിയിൽ താരങ്ങളെ വെച്ചെടുക്കുകയാണെങ്കിൽ അല്ല, ഇത് ഈ കഥയിൽ തന്നെ ഇപ്പൊ ഈ നമ്മളൊരു കഥ പൊതുവെ വിശാലി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു കൊല്ലം ഭാഗത്ത് നടക്കുന്ന ഒരു കഥ പോലെയാണ്. അതിന്റെ ഡയലോഗ് ഡെലിവറി, അതിന്റെ രീതികളൊക്കെ ആ ഒരു സ്റ്റൈലിലായിരുന്നു. ആ ഒരു സിനിമേനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെയും നമ്മുടെ ലൊക്കേഷന്റെയും സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമയിലിപ്പോ ഒരു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണെങ്കിൽ ചിലപ്പോൾ ആ ആർട്ടിസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്തു. പക്ഷെ ഈ കഥയിൽ ഈ ആർട്ടിസ്റ്റിന് ഈ ഒരു ഏജ് ആവണമെന്നോ ഈ ഒരു ലുക്ക് ആവണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ഇയാൾ ഈ ഒരു മരണ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ഒരു കള്ളനാണ്. അയാളുടെ ആ ബേസിക് പ്ലോട്ട് എങ്ങനെ കിടക്കുന്നു അതിലേക്ക് ഒരു 10-22 വയസ്സിന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് ഏജിലുള്ള ആൾ വന്നാലും നമുക്ക് ഈ കഥനെ കണക്ട് ചെയ്യാൻ പറ്റും. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 1-2 സ്ഥലത്ത് ചിലപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയ ഈ സിനിമ നോർമലായിട്ട് അത് റൺ ചെയ്ത് പോകുന്ന ഒരു പടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ന ആർട്ടിസ്റ്റിനെ എന്ന് നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ സന്തോഷായിട്ടിനെ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷനൊക്കെ ചോദിക്കുമ്പോൾ അതേ ഒരു സ്ക്രീൻ ഏജ് ഒക്കെ തോന്നുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പറയാം. ഇപ്പൊ വേണമെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഞാൻ കുറച്ച് ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ഡയറക്ടർമാരും ഓരോ സ്റ്റൈലിലാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഓരോ ആക്ടേഴ്സിനെ കൊണ്ടു ഇവര് എങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങൾ അങ്ങനെ അത് ഞാൻ ശരിക്കും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ എങ്ങനെ കഥയിലേക്ക് കൊണ്ടുവരുന്ന പോലെ ആ ആർട്ടിസ്റ്റിന്റെ ഒരു ബേസിക് സ്വഭാവത്തിലേക്ക് നമ്മൾ കഥാപാത്രത്തിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഈ എഴുതി വെച്ച ഓരോ വാക്കുകളും അക്ഷരങ്ങളും കൃത്യമായി അതുപോലെ പറയേണ്ട പോലത്തെ ഒരു സിനിമ അല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും നിങ്ങളെങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ അതിനകത്ത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇതുണ്ട്, കുമാരേട്ടൻ നമ്മുടെ പടത്തിനകത്ത് പുള്ളി ഞാൻ എല്ലാവരും ഈ കോഴിക്കോട് ഭാഷയെന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം, ഒറ്റപ്പാലം ഭാഷ പിടിക്കാം. അപ്പൊ നിങ്ങൾ ഒറ്റപ്പാലം ഒന്നും പിടിക്കണമെന്നില്ല, നിങ്ങള് കോഴിക്കോടല്ലേ നിങ്ങൾക്ക് കംഫർട്ടബിൾ, അത് പിടിച്ചാൽ മതി. കാരണം ഇത് കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിപൊളി സാധനങ്ങളൊക്കെ പറയാൻ പറ്റുന്നത് ഈ സ്റ്റൈലിലാണെങ്കിൽ അത് പിടിച്ചാൽ അല്ല അത് ഞാൻ മറ്റേലൊക്കെ ഈ കോഴിക്കോട് ഭാഷ ഒന്ന് മാറ്റി പിടിക്കും. അന്ന് ശരി എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ തുടങ്ങി. ഒരു സമയം കഴിഞ്ഞപ്പോ മുമ്പിൽ ആ നായി കായൊക്കെ ഇറങ്ങി കളി തുടങ്ങിയെന്നൊക്കെ നായി കായൊക്കെ ആയിട്ട് പക്ക കോഴിക്കോടാണ്. പുള്ളിക്ക് ആ ഒരു സ്ഥാനം വരുമ്പോഴാണ് ഈ പരിപാടി വർക്കാവുന്നത്. അത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നെ അവൻ ക്യാഷ് ഇറങ്ങിയിട്ട് കളി തുടങ്ങിയിട്ടോ അങ്ങനെ എന്തോണ് എഴുതിയിട്ടുണ്ട്. അതിന് ആ നായി കായ ഇറങ്ങി കളി തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളി സാധനം പുള്ളിയുടെ അത് അപ്പോഴേ അതിനകത്ത് ഹ്യൂമറും വരുന്നുള്ളൂ. അതെ അതേ സിറ്റുവേഷൻ എന്റേത്. ഞാൻ ഈ ഇതിൽ ഒരു കൊല്ലം സ്ലാങ് അല്ലെങ്കിൽ വലിയൊരു നിങ്ങൾ ഒറ്റപ്പാലം ട്രിവാൻഡ്രം സ്ലാങ്ങിലുള്ള ഒരു ആ സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഒരു അക്ഷരം പോലും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ കണ്ണൂരാണ്, നിങ്ങൾ വേറെ അല്ലേ ഭാഷ സംസാരിക്കുന്നത്, മലയാളം ആണെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഷയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് പ്രൊഡ്യൂസർ, അതുകൊണ്ട് നായകൻ കണ്ണൂരുകാരനായിരിക്കും, കാരണം എനിക്ക് ഭാഷ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഇവര് അപ്പോഴും നേരെ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നായകനെ കണ്ണൂരേക്ക് മാറ്റി. അതാണ്ടായത്. അല്ല ഞാൻ എഴുതിയിരുന്നത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് എന്തോ അങ്ങനെയൊക്കെയാണ്. എനിക്കറിയാം ഈ സാധനം മാറുമെന്ന് എനിക്കറിയാം. ഞാൻ വിചാരിച്ച ആ ഫ്ലോയിൽ അങ്ങോട്ട് പോട്ടാൻ കഴിയും. അങ്ങനെ നമ്മളുടെ തീർത്തത് ഇത് തിരുത്തായിരുന്നു. ഡയലോഗ്സിന്റെ ഡെലിവറി മൊത്തത്തിൽ എനിക്ക് എടുക്കുകയായിരുന്നു. അതുപോലെ സുഭാഷിണി പേരില് സുഭാഷിണി ഉണ്ട്, നല്ലത് മാത്രം സംസാരിക്കുന്നത് അല്ലേ പടത്തിൽ അങ്ങനെയാണോ? ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവർക്ക് അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിതത്തിലുള്ളവരങ്ങ് ഉപയോഗിച്ചു. ശരിക്കും ഞാൻ പാവാ സന്തോഷിട്ടാ. ഇത് ഒരു ഭയങ്കര മൂശട്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത എന്താ പറയട്ടെ സകല മോരടത്തരമുള്ള ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി. പിന്നെ കൂടെ അഭിനയിക്കുന്ന കോ ആക്ടർ അങ്ങനെ നമുക്ക് വളരെ നല്ലൊരാളായതുകൊണ്ട് ആ ഫ്രസ്ട്രേഷൻ നന്നായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ സേവ്ദ കോസ്റ്റ്യൂം കിട്ടി ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാന്നൊക്കെ തോന്നും. ഇത്ര പാവല്ലേ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറ്റും, ഉള്ളിൽ അതുണ്ട്. പാവ പുറത്ത് മാത്രമേ ഉള്ളൂ എന്നാണ്.
ഞാൻ കട്ടിലടി കിടന്നിട്ടുള്ള ഫസ്റ്റ് സീനിൽ തന്നെ കട്ടിലടി കിടക്കുവാണ്. ഒരാൾ കയറി വരുന്നു, അദ്ദേഹം ഇവരത് അത് തന്നെ കയറി വന്നത്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്തോ ആ സ്വന്തം ഫാദറിനോട് അച്ഛനോട് ഒരു തരി പോലും ഇഷ്ടമില്ലാതെ സ്വത്തിനോട് മാത്രം ഇയാൾ മരിക്കാൻ വേണ്ടി കാത്തിടുന്ന പോലെ ഉള്ള ഒരു സന്തോഷം മുഖത്ത് ഞാൻ കണ്ടിരുന്നു ആ സമയത്ത്. പടത്തില് പിന്നെ ചന്ദ്രേട്ടൻ്റെ കാര്യത്തിലായാലും ശരി, ശശിയേട്ടൻ്റെ കാര്യത്തിലായാലും ശരി, ആ വീട്ടിലൊരു പെൺ ഡോമിനേഷനാണ് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൊത്തത്തില്. അങ്ങനെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ഭാര്യ പറയാൻ പറഞ്ഞാണോ അത്? അങ്ങനെ ഉറപ്പല്ലേ? അതെന്താ വെച്ചാല് സുഭാഷിന്റെ അടുത്ത് നിന്ന് വരുന്ന അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ആയി മാറിക്കൊണ്ടിരുന്നതാണ്. ആദ്യം അങ്ങനെ ആയില്ല, ഗ്രാജുവലി അതിന്റെ ഒരു വളർച്ച അതിലേക്ക് ഇങ്ങനെ പോയതാണ്. ഞാൻ ചിത്ര ചേച്ചിന്റെ കേസ് ഇപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞാലും ചിത്ര ചേച്ചിനെ ഞാൻ എൻ്റെ ഭഗവാൻ ദാസിന്റെ രാമരാജ് എന്ന് പറഞ്ഞ മൂവിയുടെ ഓഡീഷനിൽ ചിത്ര ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരനെ നമ്മള് ഓഡീഷൻ നടത്തുമ്പോൾ ഒരു നാടക കമ്പനിയുടെ കഥ, അതിനകത്ത് ഷൂർപ്പണക എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യേണ്ട കുറച്ചൊരു അങ്ങനത്തെ ഒരു പരിപാടിയുള്ള ക്യാരക്ടർ. അതിന്റെ ഓഡീഷനിൽ കുറച്ച് അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ കൊടുത്തത്, അത് അവർ അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ ആ സിനിമയുടെ സമയത്ത് അവർ മുന്നേ കമ്മിറ്റ് ചെയ്ത ഒരു വർക്ക് വന്ന് കയറി അങ്ങനെ മാറിപ്പോയതാണ്. അപ്പൊ അന്ന് തൊട്ടേ നമുക്കൊരു ഐഡിയ ഉണ്ട് ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ. അതുകൊണ്ട് അതുപോലെ അച്ചുവേട്ടനെ കേട്ടോ, അച്ചുവേട്ടനെ ഞാൻ രാമരാജത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആലോചനയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ സമയത്ത് വേറെ പുതിയ ആർട്ടിസ്റ്റുകൾ വന്ന് കയറലൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഉള്ളിലെടുത്ത്, പക്ഷെ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടി വന്നൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, സ്വന്തം നാട്ടുകാരനാണ്. അങ്ങനെയാണ് അച്ചുവേട്ടനെ വിളിച്ചത്. അച്ചുവേട്ടൻ ഇതിന്റെ സ്ക്രിപ്റ്റിലും പുള്ളിയുടെ കഥാപാത്രത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അച്ചുവേട്ടനെ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാറ്? അതിപ്പോൾ നിങ്ങൾ ആദ്യമേ ഫോൺ വിളിച്ചിട്ടും കാണാൻ വേണ്ടി വന്നിട്ടും അപ്പോൾ വിശാലിൻ്റെ ഈ സ്ക്രിപ്റ്റാണല്ലോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട്, അപ്പോൾ എപ്പോഴാണ് എടുക്കുക എന്നാണല്ലോ ആദ്യത്തെ ഒരു പെട്ടെന്ന് വന്നത്. അത് വായിച്ച് നോക്കുമ്പോൾ ഇതിൽ സ്ക്രിപ്റ്റിലൊന്നും ചെയ്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്ന പോലെ അത്രയും സ്ക്രിപ്റ്റാണെന്ന് വായിച്ചതിന് ശേഷം മനസ്സിലാക്കി ഇത്രയും പേജുകൾ ഇവർ നാട്ടിലത്തെ കാര്യങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയില്ലോ എന്നുള്ളൊരു അതിശയം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കൊല്ലത്തെ ഏത് സ്ഥലത്തേക്കും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രദേശത്തേക്ക് ആകുമ്പോൾ നമ്മുടെ പുഴ, നമ്മുടെ റെയില്, അങ്ങനത്തെ ഒരു പഴയ തറവാട് എടുക്കുക വെച്ചാൽ അന്ന് നമ്മൾ കുറേ വീടുകൾ നോക്കി അവസാനമാണ് അവിടെ എടുത്തത്. പക്ഷെ ആ സാധനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ശശിയാണ് അച്ചുവേട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇതാണ് ശശിയിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പോസ്റ്റുകളും നോക്കുമല്ലോ, മെയിൻ ക്യാരക്ടർ, പറ്റിയ ക്യാരക്ടർ, ഏത് ക്യാരക്ടർ എന്നുള്ളത് നോക്കുമ്പോൾ ശശിയിലേക്കാണ് നിങ്ങൾ നോക്കിയാൽ മതി പറയുമ്പോൾ ശശി. അപ്പം ശശി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുമാരേട്ടനായിട്ടും കോണ്ടാക്ട് വരണം, പ്രിയ ആയിട്ടും ഉണ്ട്. ഫസ്റ്റ് തന്നെ ആദ്യത്തിൽ തന്നെ പ്രിയ ഒരു ചിത്ര പറയുന്നുണ്ട് ഈ കാര്യം, നിങ്ങൾ വലിയ ചിലവാക്കൊന്നും വേണ്ട, മൂത്താളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്, അവരിതൊക്കെയാൽ മതി, നിങ്ങൾ നോക്കിയും കണ്ട് നിന്നാൽ മതി എന്നാണ് ആദ്യത്തെ വിശാലിൻ്റെ ഡയലോഗിൽ തന്നെ. നമ്മൾ ശരിക്കും ക്യാരക്ടർ പൂർണ്ണമാണ്. പിന്നെ അയാൾക്ക് അവിടെ ഒന്നും പറയാനില്ല. പിന്നെ മരിച്ച വീട്ടിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ എന്താണ് മൂന്നാമത്തെ MLMൻ്റെ അതിൻ്റെ ഹ്യൂമറിൻ്റെ മാക്സിമമാണ് ഇതൊക്കെ. 2-3 കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുമാറായിട്ട് ചോദിക്കുക, കുമാറിൻ്റെ സംശയങ്ങൾ ഇങ്ങോട്ടും നമ്മുടെ സംശയങ്ങൾ അങ്ങോട്ടും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിനോടുള്ള ഒരു ചർച്ച. ഈ 2-3 സാധനങ്ങളും മാനറസം പിടിച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ ഓട്ടോ ഡ്രൈവർ. ശശിനെ പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ശശിയുടെ ഈ പ്രകടനങ്ങളിൽ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒപ്പം ഞാനുണ്ട്, നമുക്കറിയുന്ന സ്ഥലങ്ങളാണ്, നമുക്കറിയുന്ന ഒരു സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ, ഡീലിങ്സ്, ഇതിനൊക്കെ പൊതുവെ ഇറങ്ങിപ്പെടുന്നതാണ് കുറേ ഓട്ടോറിക്ഷ ഉണ്ട്. അത് നല്ല അർത്ഥത്തിലാട്ടോ. പക്ഷെ ശശിയെ പോലുള്ള ചിലപ്പോൾ നിവൃത്തികേട് കൊണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞത് ജാതി ബോധം, ഇത് ഒരേ സമയത്ത് ഇതൊക്കെ നോക്കണം. അയാൾ ആരാണ് എന്ന സമയത്ത് അത്ര കഴിവില്ല. ഇവരുടെ കൂടെ ജീവിക്കും, കച്ചവടം ചെയ്യണം, കാശും കിട്ടണം. ഭാഗ്യത്തിന് വേറൊരു ചില ഇഷ്യൂസ് ഒന്നും ഇയാളെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടില്ല 2 കൂട്ടർക്കും. അത് ഈ 2 പെണ്ണുങ്ങളുണ്ടാവുകൊണ്ട് പറഞ്ഞത് വേറെ എങ്ങോട്ടും പോണ്ടി വന്നിട്ടില്ല, വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അത് നല്ലൊരു ക്യാരക്ടറാണ്. കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല ക്യാരക്ടർ തന്നെ കിട്ടിയിട്ടുണ്ട്. പടം ഇത്രയും ഷൂട്ട് 10-25 ദിവസം ഷൂട്ടും കഥയും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇന്നലെയാണ് പ്രിവ്യൂ ആദ്യമായിട്ട് പടം കാണുന്നത് മൊത്തത്തിൽ. എങ്ങനെയുണ്ട്? ഞാനിതിൽ വന്നത് ഒരു കൊച്ചു പടം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇപ്പോഴും കൊച്ചുകൂടെ തന്നെയാണ്. അല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും ഞെട്ടിച്ചു. പ്രത്യേകിച്ച് സോങ്സ് ഭയങ്കര രസമായിട്ടുണ്ട്.
ഇതിലിപ്പോ ഈ എട്ടിൻ പണി എന്ന് പറഞ്ഞ സോങ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, അത്ര രസമാണ്. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ ഇറങ്ങുന്ന സോങ്ങുകൾ കേൾക്കാറില്ല, പക്ഷെ ഇതെന്തോ ഭയങ്കര രസമുണ്ട്. റിയ ജെ സോങ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹമായിട്ട് ഒരുപാട് നാളത്തെ പിന്നെ കോറിലേഷൻ, ഒരുപാട് വർക്കുകളിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള പുള്ളിയാണ് വിഷ്ണു ശിവശങ്കർ, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. ഇല്ല, എനിക്ക് വിഷ്ണു, ഞാൻ ഇല്ലിത്തള്ള ഷോർട്ട് ഫിലിമിലാണ് വിഷ്ണുവിനെ ആദ്യം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലിത്തള്ളയുടെ റൈറ്റർ, ഇപ്പം നമ്മുടെ പടത്തിൻ്റെ ഈ എട്ടിൻ പണിയുടെയൊക്കെ ലിറിക്സ് എഴുതിയിട്ടുള്ളതും ഗണേഷ് മലയാളത്തിൽ നിന്നാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ പരിചയപ്പെടുന്നു. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത, എന്ന് വെച്ചാൽ ടെക്നിക്കലി ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ശരിക്കും എനിക്ക് മ്യൂസിക്. എനിക്കിപ്പോൾ ഈ സ്ഥലത്തൊരു ഇലക്ട്രിക് ഗിറ്റാറോ അവിടെ ഒരു തബലോ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും പറഞ്ഞു കൊടുക്കലും അതിനകത്ത് കയറി ഇടപെടലിലും ഞാൻ പൊതുവേ അങ്ങനെ നിൽക്കാറില്ല. എനിക്ക് ഈ മൂഡാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു പ്രേക്ഷകനായി നിന്നിട്ടാണ് ഞാൻ ആ ഭാഗം ഡീൽ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് നമ്മൾ പറയാണ്, ഇപ്പം എനിക്ക് ഈ ദുരന്തം പാട്ടുകൾ പൊതുവേ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞിരാമായണത്തിലെ ഒരു പാട്ടുണ്ട്, അതുപോലെ തണ്ണീർമത്തനിലൊക്കെ ഉണ്ട് ദൈവമേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എന്ന് വെച്ചാൽ മൊത്തം പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് ഈ എട്ടിൻ പണിയല്ലേ എന്ന് പറയുന്ന സോങ്, ഒരു കള്ളൻ കട്ടിലിന്റെ അടി കുടുങ്ങി പോകുന്നു, അങ്ങോരുടെ ഒരു ഇതിലാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആ ഭാഗത്ത് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും കള്ളനായി കട്ടിലിന്റെ അടി കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പ്രണയപ്പണികൾ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മള് ഏതാണ്ട് ആ സെയിം അതന്നെ ഒരു തീമായി പിടിച്ചു പടത്തിന്റെ. അത് വേറൊരു സ്ഥലത്തും കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ റെഫറൻസ് ഒക്കെ ആണെങ്കിൽ അവിടുന്ന് നമുക്ക് ഒരിക്കലും ഇതിന്റെ റെഫറൻസിലാണ് ഈ പാട്ട് ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന ഒരു പാട്ടുകൾ വിഷ്ണു ഇതുവരെ ചെയ്തു തരാറില്ല. ഞാനിപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എന്റെ ഭഗവാൻ ദാസിന്റെ രാമരാജ്യത്തിലാണെങ്കിലും അതിനകത്ത് സോങ് ഒക്കെ സിനിമ വേണ്ട രീതിയിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ സോങ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആവേണ്ട സോങ്ങുകളായിരുന്നു. ഒരു സിനിമയുടെ വിജയം അതിന്റെ സോങ്ങിനും അതിന്റെ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോലാഹലം തിയേറ്ററിൽ വിജയിക്കുകയാണെങ്കിൽ അതിന്റെ സോങ്ങുകൾ, അതിനകത്തുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ആർട്ടിസ്റ്റുകളടക്കം, ശരിക്കും ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു ഗനി എന്ന് പറഞ്ഞു മറ്റേ ലാൽ ജോസ് സാറ്. അത് സത്യത്തിലാണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന പല ഏജ് കാറ്റഗറിയിലുള്ള ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ട്, ഗംഭീര ടെക്നീഷ്യൻസ് ഉണ്ട്. ഇതിന്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഷബീർ ആണെങ്കിലും ക്യാമറ ചെയ്ത ഷിഹാബ് ആണെങ്കിലും എല്ലാവരും. പക്ഷെ ഒരു സിനിമ എപ്പോഴും ഈ സക്സസിനെ കേന്ദ്രീകരിച്ച് കറങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് ആണ് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താണ് കുമാരേട്ടൻ, എങ്ങനെയാണ് ഈ കോഴിക്കോടുള്ള കുമാരേട്ടൻ ഈ പടത്തിലെത്തിയതിന്റെ കഥ? അല്ല, അതിന്റെ പിന്നെ ഭഗവാൻ ദാസിന്റെ രാമരാജ്യത്തിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ടീമിന്റെ കൂടെ നല്ലത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചില സെറ്റ് പോയി കഴിഞ്ഞാൽ വലിയ താരങ്ങളുണ്ടാവും, ചെറിയ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു സെറ്റാണ് നമ്മള്. അല്ല, അത് ശരിക്കും സെറ്റിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ, ശരിക്കും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളുടെ പെരുമാറ്റമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഇവിടെ ഈ സൗകര്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഇത് താളം തെറ്റാൻ പോകുന്നത് ശരിക്കും ആ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ അങ്ങനെ ഒരു കുടുംബം പോലെയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ വന്ന ഓരോ ആർട്ടിസ്റ്റിന്റെയും ടെക്നീഷ്യൻസിന്റെയും നല്ല മനസ്സാണ്. കാരണം ഞങ്ങൾക്ക് ഇതല്ല, ഞങ്ങൾക്കൊരു കാരവാൻ സൗകര്യം വേണോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും അങ്ങനെയൊന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് പരിചയമുള്ളത് വഴികൾ എനിക്ക് പരിചയമുള്ളത് ഉണ്ടായതുകൊണ്ട് റോഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ചില വഴികളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്തിന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറെയൊക്കെ സപ്പോർട്ട് കുമാർജി പറയും, ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് മറ്റേ തൃക്കങ്കോട്ടിലേക്ക് എത്തും, തൃക്കങ്കോട്ട് മോളിക്ക് പോയി ആവും എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ വഴിക്ക് പോണത് ചോദിച്ചിട്ട് ഇവര് രണ്ടുപേരും. പക്ഷെ ഒറ്റ ദിവസം മാത്രമേ അങ്ങനെ തെറ്റിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഡ്രൈവറോട് വിട്ടോളാൻ പറഞ്ഞു. അച്യുതാനന്ദേട്ടന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് ഡെലിവറി ശരിക്കുള്ള അച്യുതാനന്ദേട്ടൻ, അതും നമ്മൾ ഈ സിനിമയിൽ അതുപോലെ തന്നെ പരമാവധി അച്യുതാനന്റെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുന്ന കഥ തൊട്ടിട്ടൊക്കെ തുടങ്ങും. ഒരു ചായ കുടിച്ച് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് നേരെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു റൂട്ട് മുഴുവൻ നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ ആ ഒരു ശൈലി പടത്തിനകത്തുണ്ട്. ഒരു ഭയങ്കര ആധികാരികമായിട്ട് വളരെ സിമ്പിളായ കാര്യങ്ങളും പറയും. ഇപ്പൊ എന്റെ അടുത്ത് ഒരു പ്രിവ്യൂവിന് ഷോക്ക് വരുന്ന കാര്യം പറയുമ്പോൾ
നമ്മളിവിടെ കുളപ്പുള്ളിയിൽ നമ്മുടെ ഒരു അളിയനുണ്ട്. അളിയന്റെ കൂടെ ഒരു ഊണൊക്കെ കഴിച്ച് അവിടെ നിന്നൊരു അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പോയിന്റ് നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു സാധനം ഈ പടത്തിനകത്ത് ഉടനീളമുണ്ട്. പുള്ളിയുടെ സംസാര രീതിയിലൊരു നീളം പരിപാടി ഉണ്ടല്ലോ, അത് പക്ഷെ ഇതിനകത്ത് വർക്കാണ്. ഈ മറ്റേ മണി ചെയിൻ പരിപാടിയിൽ ആളെ ചേർക്കുമ്പോൾ അവർക്ക് ആ റൂട്ട് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയൊക്കെ അതിനകത്ത് നന്നായി. ഒരു പ്രൊഡ്യൂസർ എനിക്ക് ചോദിക്കാനുള്ള അധികാരം. അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം എൻ്റെ ഡയറക്ടർ ആയ റഷീദിനോടുള്ള ചോദ്യമാണ്. അതായത് ഈ ഒരു സിനിമ ഞാൻ എടുത്തു, ഞാൻ അഭിനയിച്ചു, ഞാൻ നായകനായിട്ട് അഭിനയിച്ചു. എനിക്ക് കുറേ പിന്നെ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. പക്ഷെ ഞാനത് ഒരിക്കലും അഭിമാനിക്കാൻ അർഹനാണ് ഞാൻ വിചാരിച്ചില്ല. കാരണം അത് എൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഞാൻ അവിടെ സ്ക്രീനിൽ എന്തൊക്കെ കാണിച്ചോ അതിന് 100% ക്രെഡിറ്റ് ഞാൻ റഷീദിനും, പിന്നെ സ്ക്രിപ്റ്റർ സ്റ്റോറി വിശാൽ, സിനിമാറ്റോഗ്രാഫർ ഷിയാബ്, എസ്പെഷ്യലി റഷീദിനാണ് ഫുൾ ക്രെഡിറ്റ്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് അവാർഡുകൾ, എനിക്ക് 31 അവാർഡുകൾ നമ്മൾ ഫെസ്റ്റിവൽസിൽ നമ്മൾ ഈ സിനിമ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ ഇതിന് വലിയൊരു ഫെസ്റ്റിവൽ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്, കുറേ ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ മെറ്റീരിയലാണെന്നും പക്ഷേ പ്യൂർലി കമേഴ്ഷ്യൽ സിനിമയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഫെസ്റ്റിവലൊക്കെ കൊടുത്തു. എനിവേ എനിക്ക് കുറേ ബെസ്റ്റ് ആക്ടർ അവാർഡ്, ന്യൂയോർക്കിൽ നിന്നൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. എനിക്ക് അവർ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ എന്നെ വിളിച്ചു, നിങ്ങൾ വരുന്നു, നമുക്ക് 3 ദിവസം സ്റ്റേ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് ആ സമയത്ത് ദുബായിൽ വേറൊരു അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല, ന്യൂയോർക്ക് പോയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ റഷീദിനോട്, അതായത് റഷീദ്, നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല, ഞാൻ തന്നെയായിരുന്നു ഹീറോ എന്ത് പറഞ്ഞാലും. ഞാൻ നേരത്തെ പറഞ്ഞു വേറെ മാറ്റമൊക്കെ പറഞ്ഞു, പക്ഷേ ഉള്ളിനുള്ളിൽ ഞാൻ മാറ്റം സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ റഷീദ് എന്നെ ശരിക്കും മോൾഡ് ചെയ്തെടുത്താൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പത്തെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു കള്ളൻ എന്നുള്ള എൻ്റെ മനസ്സിൽ ഒരു കൊച്ചിൻ നീഫ ടൈപ്പ് കള്ളനാണ്. ചെറിയ മീശ അങ്ങനത്തെ ടൈപ്പ് കള്ളനായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കള്ളൻ്റെ വേഷവും എൻ്റെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചിട്ട് ഞാൻ ഒരു രൂപം സൃഷ്ടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് വളരെ ഒരു സൗമ്യനായ ഒരു കള്ളനെ എന്നെ മാറ്റിയെടുത്തു എന്നുള്ളത് റഷീദ്. പിന്നെ അതിനകത്ത് ഞാൻ റഷീദിനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, അതിന് പുറകിൽ എന്തൊക്കെ ചാലഞ്ചസ്, എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു റഷീദ് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെ വീടുകളാണ് തല്ലിപ്പൊളിച്ചത്, ഏതൊക്കെ ഇല്ല ഇത്തവണ ഈ ബക്കറ്റ് ചവിട്ടിപ്പെട്ടിക്ക ഷോർട്ട് ഫിലിമിന്റെ സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി നമ്മളൊരു ആർട്ടിസ്റ്റിനെ ഞാൻ പരമാവധി എനിക്ക് അത്രയും നമ്മളിപ്പോൾ സന്തോഷേട്ടൻ്റെ അടുത്തുള്ള പോലത്തെ അല്ലാതെ നമുക്ക് പരസ്പരം ചീത്ത വിളിക്കാൻ പറ്റുന്ന ബന്ധമുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ദേഷ്യപ്പെടും. അതിനത് ഹേർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള സമയത്ത്. അല്ലാത്ത ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് എത്ര പൊളിഞ്ഞാലും ഞാനത് കാണിക്കാറില്ല. കാരണം ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിനകത്ത് ഈ ക്യാമറ വെച്ചാൽ അവൻ്റെ മുഖത്തൊരു പേടി, ഇതും തെറ്റിയ ഇവൻ്റെ അടുത്ത് നിർത്തുമെന്ന് കേൾക്കും, ഈ ഒരു സംഭവം കിടക്കും. അതേപോലെ പ്രത്യേകിച്ച് നമ്മളെ ടെമ്പർ തെറ്റുന്നത് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി നിൽക്കുന്നത്. ഇപ്പോൾ ലേറ്റ് പോകുന്നൊരു സമയത്ത് ഒരു സീൻ എടുക്കണം, ഈ ലേറ്റിൽ അല്ലെങ്കിൽ ഇത് പിന്നെ വേറൊരു ദിവസത്തേക്ക് ഈ ആർട്ടിസ്റ്റ് ഇല്ല, ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് ഇല്ല എന്നൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം പുറത്തേക്ക് പൊട്ടിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ വീണ്ടും തെറ്റിക്കുമ്പോൾ വളരെ കൂളായിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പുറത്തെ റൂമിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചവിട്ടിപ്പെട്ടിക്കുന്ന ഒരു പരിപാടിക്കാണ്. ഇതിനകത്ത് അത്ര എനിക്ക് ഇതുണ്ടായിട്ടില്ല. കാരണം 2 കാരണം കൊണ്ട് കേട്ടോ. ഈ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റുകൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നല്ല ഗംഭീര ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് ഇതിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് പോലും പെർഫോം ചെയ്യേണ്ടി വരും. അവരിങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇയാൾ പേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെടേണ്ടി വരും. അത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു സംഭവം. ഈ 2 സൈഡിൽ നിൽക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞൊരു കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ നമ്മളതിനെ അത് ബാധിക്കും. പിന്നെ സന്തോഷേട്ടനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സന്തോഷേട്ടൻ ആളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നല്ല ബോധവാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു മലയാളി ആണെങ്കിൽ പോലും ഏതാണ്ട് 29 വർഷത്തോളമൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആൾക്ക് ഇവിടുത്തെ ഒരു രീതികൾ, ഇപ്പോൾ പുള്ളിക്ക് ഇവിടെ ഈ വരുമ്പോൾ മാത്രമാണ് മുണ്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ. പുള്ളി മുണ്ടെടുക്കുന്നതൊക്കെ രാംരാജിന്റെ ഒക്കെ പരസ്യത്തിൽ മുണ്ടെടുക്കുന്ന പോലത്തെ പെർഫെക്ഷൻ പരിപാടിയാണ്. പുള്ളിയുടെ കൈയും കാലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളി അങ്ങനെ കാര്യമായി വെയിലൊന്നും കൊണ്ട ആവശ്യം വരാത്തൊരു മനുഷ്യനാണെന്നൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു രീതിനെ നമ്മൾ മാറ്റിയെടുക്കലാണ് ആദ്യത്തെ പണി. ഇപ്പൊ മുണ്ടൊക്കെ പുള്ളി ഇങ്ങനെ കൃത്യമായി മടക്കി കുത്തുമ്പോൾ നമ്മളതൊരു വളരെ അലസമായിട്ട് എങ്ങനെ കുത്തുന്നു അങ്ങനെ വെക്കുന്നു. ഷർട്ടൊക്കെ കൃത്യമായി മടക്കി വെക്കുമ്പോൾ നമ്മളത് കുറച്ച് വേണമെങ്കിൽ വേണം എന്നുള്ള രീതിയിൽ മടക്കി വെക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. പിന്നെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ ഇതൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള കള്ളന്മാരുടെ അപ്പുറത്തേക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് ഈ കള്ളന്മാർ. അപ്പോൾ പടുത്തൊരു CCTV-യിൽ കണ്ടു ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാൾ അവിടുന്ന് മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി പോകുന്നു. അയാളെ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ അമ്പൽ കമ്മിറ്റി പ്രസിഡന്റാന്നൊക്കെ തോന്നുന്നു. അത്രയും വൃത്തിയിൽ താടിക്ക് വെച്ചിട്ട് ആളാണ് ഇത് എടുത്തുകൊണ്ടാണ്. അപ്പോൾ
ഇതിനകത്ത് അങ്ങനെ ഒരു ഇമാജിനറി ഇല്ല. നമ്മൾ ഈ കള്ളന്റെ പെരുമാറ്റമാണ് കള്ളൻ എന്നുള്ളത് കൊണ്ടുവന്ന് ഒരു സാധാരണ കള്ളനാക്കി എടുക്കുക എന്നുള്ളത്. സന്തോഷേട്ടനിലേക്ക് നമ്മളതിനെ പിന്നെ ഈ പറഞ്ഞ മാതിരി പുള്ളിക്ക് ഭാഷയാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. കണ്ണൂർ ഭാഷയാണ് ആൾക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റുക. ഈ കള്ളനെ എവിടുന്ന് വേണമെങ്കിലും വരാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അയാളെ കണ്ണൂരുകാരനാക്കി. ഇങ്ങനെയാണ് സന്തോഷേട്ടനെ കള്ളനാക്കിയതിൻ്റെ ഒരു വേറൊരു കാര്യം. എനിക്ക് അതൊരു ഈ ചത്തവത്തിയുടെ ജാതകം നോക്കുന്ന പോലത്തെ പരിപാടിയാണെങ്കിൽ പോലും ഈ കഥയിൽ ഇപ്പോൾ ഇന്ന കഥാപാത്രത്തിന് ഇന്നയാൾ ചെയ്താൽ കൊള്ളാം എന്ന് നമ്മളുടെ തീരുമാനത്തിലായിരിക്കും നമ്മൾ ആർട്ടിസ്റ്റുകളെയൊക്കെ എല്ലാവരുടെയും സമീപിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് നിങ്ങളെല്ലാവരും വായിച്ചു, അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കഥാപാത്രം ഇതായിരുന്നെങ്കിൽ നന്നായെന്ന്? ശശിയുടെ കഥാപാത്രം ചെയ്ത അച്യുതാനന്ദേട്ടൻ എന്ത് തോന്നിയിട്ടില്ലേ? അല്ല, എനിക്ക് എന്നേക്കാൾ മുതിർന്ന ഒരാളായിരിക്കും, ഒരു വേറൊരു ഭാവത്തിലുള്ള ആളായിരിക്കും അവിടെ വേണുകുമാർ ആ സ്ഥാനത്ത് വേണ്ടി. ഞാനല്ല അവിടെ, എനിക്ക് തോന്നുന്നു ഞാനൊരു ജ്യേഷ്ഠന്റെ സ്ഥാനം എടുക്കാവുന്ന ഒരു തരത്തിലല്ല എന്ന് എനിക്ക് എന്തോ ഒരു ബോധ്യമായിരുന്നു. ഇനി അതാണ് വന്നത് വെച്ചാൽ അത് ചെയ്യാം. പക്ഷെ അപ്പൊ എന്നേക്കാൾ അതായത് ഈ ശശിയെ നിയന്ത്രിക്കുന്ന ഒരു തരത്തില്ല. ശശി സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്, ഐഡിയകൾ. അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. മറ്റേതാണെങ്കിൽ എനിക്കൊരു മുതിർന്ന ഒരാളുടെ എന്നാ ഈ പറഞ്ഞ ഭയവും കുറച്ച്. പക്ഷെ അതിന്റെ ഏറ്റവും ഹ്യൂമർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം എന്താ വെച്ചാൽ, എനിക്ക് വേറൊരു മുഖം ഉണ്ടത് പറഞ്ഞു കൊടുക്കുക പറയുമ്പോ ഒരു സാധനം ഭയങ്കര സാധനമാണത്. അത് ആ സാധനത്തിൽ സിനിമ കാണുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക. അത് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയിരുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ പറയട്ടെ. എനിക്കൊരാഗ്രഹം എന്താന്ന് പറഞ്ഞാല്, നമ്മള് കമലഹാസന്റെ ദശാവതാരം കണ്ടില്ലായിരുന്നു, 10 റോൾ. ഇതിലെ എല്ലാ ആളുകളുടെ റോൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പ്രൊഡ്യൂസറായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ശരിക്കും പറയാ ഇവിടെ പ്രഭാകരമാമയുടെ റോള് സത്യേട്ടന അല്ലാതെ വേറെ ആൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് ആരാന്നാ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കീ റോള്. അതും റീടേക്കിന് വളരെ കുറവ് ആയിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ച് വന്നു തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധനം അത്രയും മദ്യപാനിയെ. ആള് ഗംഭീര ആർട്ടിസ്റ്റാണ്. ആളൊരു ഒരു വർഷത്തോളം 1-2 വർഷത്തോളം ആളുടെ ശബ്ദം മൊത്തം പോയിണ്ടായിരുന്നു. സ്വാതി മോഹനൻ എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. അപ്പോ ആളതിനുശേഷം ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ആളുടെ സൗണ്ട് ഇപ്പോഴും മുഴുവനായിട്ട് പുറത്തു വന്ന് തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ ലാൽ ജോസ് സാറ് പടം കണ്ടപ്പോ ശബ്ദമൊക്കെ ശരിയായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയായി വരുന്ന ഇപ്പത്തെ ഇതിലങ്ങനെ നിന്നോട്ടെ, ഇതിൽ കൂടുതൽ ശരിയായാലും ഇപ്പൊ അതിനൊരു യൂണീക്നെസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് മനസ്സിലായില്ല. പകരമാമ വേറൊരാള് പുറത്തിറങ്ങിയെങ്കിൽ മറ്റേ പച്ച കളറൊക്കെ പുള്ളി വേറെ ഒരു രൂപത്തിലാണ്. ചിലത് പഴയ പടത്തിലെ രജനീകാന്തിന്റെ ലുക്കിലേക്ക്. അല്ല, നിങ്ങൾ കൊണ്ടുപോകുന്നുള്ള എല്ലാവരും സത്യൻ, പൊന്നുവേട്ടൻ, വളരെ വിചിത്രമായിട്ടുള്ള എല്ലാ ക്യാരക്ടർ വളരെ ആപ്റ്റായിട്ട് തോന്നിയല്ല. സിനിമ കാണുമ്പോഴാണ് ശരിക്കും കൃത്യം ട്രെയിലറിൽ കാണിക്കുന്ന സാധനം മാത്രം ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ. അത്രയും കുമാരേട്ടൻ എന്ന് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ അതായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നതിലും കഥാപാത്രങ്ങള് മുഴുവൻ സിനിമ കണ്ടതിന് ശേഷം തോന്നിയപ്പോ തോന്നിയിട്ടുണ്ടായിരുന്നു. കള്ളനാണോ? എല്ലാത്തിന്റെയും കള്ളൻ എന്നുള്ള പറയുമ്പോ തന്നെ ഒരു അതിലൊരു സിനിമ ഉണ്ട്. അതെ, മരിച്ചു കിടക്കുന്ന മാലാർക്കാരെ കള്ളനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യത്തില് ആ മരിച്ചു കിടക്കുന്ന മാലാർക്കാരെ കള്ളനാണെന്ന് ആഗ്രഹമുണ്ട്. അല്ല, അവർക്കും കൂടി കള്ളനാണെന്ന് ആഗ്രഹം. അപ്പൊ ഈ സിനിമയിൽ 40 കള്ളന്മാര്. സന്തോഷേട്ടനെ അഭിമാനിക്കാൻ കാരണം ആ ക്യാരക്ടർ സന്തോഷേട്ടനിൽ കറക്റ്റാണ്. കാരണം ഞങ്ങളല്ല ചെയ്തത്, അത് കറക്റ്റാണ്. കാരണം ഞങ്ങൾ ആ ഒപ്പം നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് സന്തോഷേട്ടനെ കൊടുക്കുന്ന ഞങ്ങളുടെ മീറ്ററുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മീറ്ററുണ്ട്. അതിൽ കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയപ്പെടുത്താനുള്ള പേടിയുണ്ട്, അതേസമയം തന്നെ നിങ്ങൾ ഇതിന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പേടി. അത് രണ്ടും കറക്റ്റായിട്ട് മീറ്റർ കറക്റ്റായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അതെ, നിങ്ങളെ കോമ്പിനേഷൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിനകത്തുള്ള രണ്ടുപേരുടെ തന്നാലേ വിശാലും റഷീദും വന്ന് തന്നതിന് ശേഷം ഞങ്ങൾ ഒന്നായി ഇരിക്കും, ഒരു 2 മിനിറ്റ് സാധനം ഇരിക്കും. മൂപ്പര 1/2 മണിക്കൂറാക്കി തരും. പിന്നെ 2 മിനിറ്റിലേക്ക് കട്ട് ചെയ്യും. അച്ചോട്ടനൊരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ അച്ചോട്ടൻ ആ സീനിന്റെ ഒരു അറ്റത്തുനിന്ന് വിളിക്കും. എന്നിട്ട് അതൊരു സിനിമ അതില് ആ കഥാപാത്രത്തിലേക്ക് അതിനെ വലുതാക്കിയുള്ള അത് നമ്മൾ അതിന്. പക്ഷെ ആളുടെ പല ഐഡിയകളും ചില വാക്കുകൾ വരെ ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ ആള് ഈ
മറ്റേ മണി ചെയിനിൽ ആളെ ചേർക്കുമ്പോൾ ഒരു പോലീസുകാരനോട് ചെയ്യുമ്പോൾ ഇതിപ്പോ സാറിന്റെ ഇടതും വലതും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നോർമലായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഒരു അമ്പലത്തിലെ മറ്റേ ചടങ്ങ് നടത്താൻ വന്ന ശാന്തി വരുമ്പോ അയാളുടെ ഈ പൂവൊക്കെ എടുത്തിട്ട് ഇപ്പൊ അങ്ങയുടെ ഇടതും വലതും എന്നൊക്കെ അയാളുടെ ഒരു സ്ലാങ്ങിലൊക്കെയാണ് അയാളോട് സംസാരിക്കുന്നത്. പുള്ളി ആരെങ്ങനെയാ വരുന്നത് അവരുടെ ടോണിലേക്ക് മാറുന്നത് ഭയങ്കര നമ്മളവിടെ ഒരു രംഗം ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. അടുത്ത വീട്ടില് ഇവിടെ ബഹളം ഞാൻ ഭയങ്കര രസമായില്ലേ, അടുത്ത പൂജാരിയായിട്ടുള്ള ആള് കുറച്ച് ഷൂട്ടിങ്ങും ഇല്ല, നമ്മൾ വൈകുന്നേരം മാത്രമാണ്. എന്താ ഒരു ബഹളം ഉണ്ടായത്, രണ്ട് സ്ത്രീകൾ ആകെ ബഹളം വെച്ചിട്ട് എന്തോ ശബ്ദം കേട്ടിട്ട് എന്താ കോലാഹലം, നമ്മൾ വിജയിച്ചു, നമ്മൾ മനസ്സോണ്ട് സന്തോഷിച്ചു. ഈ വാക്ക് വെച്ചു, എന്തൊരു കോലാഹലം, രണ്ട് സ്ത്രീകളല്ലേ ചോദിച്ചു. അപ്പുറത്തെ വാദണ്ടെന്നുള്ള അർത്ഥത്തില് മുകളിലത്തെ മുറിയുന്ന രണ്ട് സ്ത്രീകളുടെ ശബ്ദമല്ലേ കേട്ടത്. തിരുമേനി വന്നപ്പോൾ തിരുമേനി വന്ന് തിരുമേനിന്റെ ഒരു തമാശ ഉണ്ടായിരുന്നു. അയ്യോ പറയാൻ പറ്റുമോ എങ്കിലും ഒരു ഇതാണ്. പക്ഷെ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞത് സ്വസ്ഥമായി അവര് ജീവിക്കുന്ന ഇടത്ത് രണ്ട് സ്ത്രീകൾ, ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് ആകെ ബഹളം വെച്ചിട്ട് ഒരു സ്ത്രീ കേൾക്കണ നിശബ്ദമാണ് ഉണ്ടത്. അപ്പൊ ഞാൻ കാര്യമായിട്ട് ചോദിച്ചു, മുകളിലത്തെ മുറിന്നല്ലേ ചോദിച്ചു. എന്തോ അങ്ങനെ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ കേട്ടിട്ടില്ല. അയാളിതാണ് ഇവിടെ വരാത്ത രണ്ട് മക്കളെ പറ്റി, രണ്ട് മക്കളുണ്ട്. ഒരാളെ കല്യാണം കഴിഞ്ഞ് സജിനി കല്യാണം കഴിഞ്ഞ്, അതായത് ജയശ്രീ. മരുമോനെ പറ്റി മരുമോനാണ് അതിനകത്ത് കാണുന്നത്. സംസാരിക്കാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയും പറയാൻ ഇതില് ഞങ്ങള് മൂത്ത കുട്ടീനെ കല്യാണം കഴിച്ചത് ഒരു വളരെ പ്രത്യേകിച്ച് ഡ്രസ് ചെയ്യുന്ന, കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു പ്രത്യേക ലുക്കുള്ള ഒരു മനുഷ്യനാണ്. അത് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് വിശാലാണ്. എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഞാൻ. സുഭാഷിനായിട്ട് എങ്ങനെയാണ് അതുപോലെ ഇല്ല, അവരും ഭാര്യയായിട്ട് വളരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. അതിന്റേതായ ഒരു പുഷ്പിക്കൽ 6 മാസം കഴിയുമ്പോഴത്തേക്കൊക്കെ സെറ്റ് ആയി. അത് നല്ല ചോദിച്ചപ്പോ പറഞ്ഞേ അഭിനയിക്കുകയല്ല, അല്ല അതില വട തീറ്റി കൊടുക്കുന്ന അങ്ങനെ ഉണ്ടായിരുന്നു, വടയൊക്കെ തീറ്റി കൊടുക്കുന്നില്ല. പിന്നെ അതൊക്കെ ഉണ്ടല്ലോ. നല്ല നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടിയത്. കാരണം പല ഹോട്ടലും റേറ്റിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരാളാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, വൈഫായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. അത്രക്കാരനല്ലേ. അല്ല, സ്വന്തം എന്നിട്ട് അനിയത്ര മകളെ ഇവള് പറയുന്നുണ്ട്, അവര് ഇത്ര മകളുടെ കൂടെ ഒന്നും വേണ്ട, അവളൊക്കെ റീൽസിൽ വയറ് കാണിച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രതി പുഷ്പം നീ വേണ്ടാന്നാണ്. അപ്പൊ പുതിയ കാലത്തിന് ശരിക്കും അതിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ ഉള്ളൊരു അഭ്യർത്ഥനയാണ്. ജൂലൈ 11-നാണ് ഈ സിനിമയുടെ റിലീസ്. ഇന്നലെ പ്രിവ്യൂ കഴിഞ്ഞിരുന്നു. വളരെ ഗംഭീരമായ ഒരു അക്സെപ്റ്റൻസ്, അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. 170ഓളം ആൾക്കാർ ഇന്നലെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഇതൊരു 1000 ആൾക്കാരോളം സോഫാർ കണ്ടു കഴിഞ്ഞു. ഒരാളും മോശം പറയിട്ടില്ല. സിഡ്നിയിൽ ഒരു വലിയൊരു പ്രീമിയർ നടന്നിരുന്നു ഇതിൻ്റെ. അതിനകത്ത് 800ഓളം ആൾക്കാർ സ്റ്റാൻഡിങ് ഓവേഷനായിരുന്നു അവസാനം തന്നത്. അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഈ സിനിമയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങളെല്ലാവരും അംഗീകരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും സിനിമയിൽ വന്ന് തിയേറ്ററിൽ വന്ന് കാണണം, ഇത് വിജയിപ്പിക്കണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ വിജയം കുറേ പേരുടെ വിജയമായി മാറട്ടെ. താങ്ക് യു.